ഹലോ വെൽക്കം ബാക്ക് ടു അനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് വിചാരിച്ചത്. കാരണം അർജൻറ്റായിട്ട് കൊടുക്കാനാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ വന്ന് എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് മുഴുവൻ സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണം. അതിനായിട്ട് വീട്ടിൽ ഓൾറെഡി 2 മെഷീൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. അതിലൊന്ന് വർക്കിംഗ് അല്ല. അപ്പോൾ അതൊന്ന് വർക്കിംഗ് ആകുമോ ഇല്ലയോ എന്നൊന്ന് നോക്കിയ ശേഷം നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ടാക്കാം. അപ്പം വീഡിയോയിലേക്ക് എടുക്കാം. ഒട്ടും സമയമില്ല, കുറച്ച് സമയത്തിനുള്ളിൽ ഫുള്ള് കംപ്ലീറ്റ് ആക്കാനുണ്ട്. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പം വീഡിയോയിലോട്ട് പോകാം. കുറച്ചധികം മെറ്റീരിയലും കാര്യങ്ങളും കസ്റ്റമർ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്നൊന്ന് കാണിച്ചു പോകാം. എന്തൊക്കെയാണ്, ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ മെറ്റീരിയലാണ്, എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പം കുറച്ചധികം ഉണ്ടായിരുന്നു. ഒരൊറ്റ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്ന ആൾ പിന്നെയും വന്ന് നമുക്ക് എല്ലാം തന്നിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഓരോ മെറ്റീരിയലും അതിൻ്റെ ലൈനിങ്ങും ഒക്കെ എല്ലാം കസ്റ്റമർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമാണ് നമ്മളെ ഭാഗത്തുണ്ടായിരുന്ന കാര്യം. നമ്മളെ കസ്റ്റമർ ഈ ഒരു കോട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം വന്നത്. അപ്പം ആ കോട്ട് തയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് തന്നിട്ടാണ് പോയിട്ടുള്ളത്. മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നെ എടുത്തതാണ്. ഇതൊരു 6 മീറ്റേഴ്സോളം വരുന്നൊരു ഫാബ്രിക്കാണ്. അതിന് വിത്ത് ലൈനിങ്ങും കാര്യങ്ങളും കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കോട്ടൻ്റെ ഒരു 3 മീറ്റർ വരുന്നൊരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതൊരു 3 മീറ്ററോളം വരുന്ന വേറൊരു ഫാബ്രിക്കാണ്. ഇത് ക്രീപ്പ് മെറ്റീരിയലാണ് ഇതെല്ലാം വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ മാത്രമാണ് കോട്ടൺ വരുന്നത്. ഈ ഒരു ക്രീപ്പ് മെറ്റീരിയലിന് ലൈനിങ് ആയിട്ട് വൈറ്റ് തന്നെയാണ് ചൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയലാണ്. ഇതും എറൗണ്ട് ഒരു 6 മീറ്റേഴ്സോളം വരുന്ന ഒരു മെറ്റീരിയലാണ്. അതിന് നമ്മളൊരു ലൈനിങ്ങും അവർ ആഷ് കളറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരൊറ്റ ഡ്രസ്സ് തയ്ക്കാൻ വന്ന ആൾ ഇതൊക്കെ തയ്ക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പം ഇതിൽ അമ്മക്കും മോക്കും വേണ്ടിയിട്ട് 2 ഡ്രസ്സ് വേണം. ഇതിലും അതുപോലെ തന്നെ ഈ 2 മെറ്റീരിയലിൽ 2 ഡ്രസ്സ് വീതം വേണം. ഇതും അതുപോലെ തന്നെ ഈ കോട്ടൻ്റെ ചുങ്കിടി മെറ്റീരിയലും കാര്യങ്ങളും വരുന്നതിൽ ഓരോ സിംഗിൾ പീസ് വീതമാണ് വേണ്ടത്. എ ലൈൻ കുർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൽ മാത്രമാണ് അവർ നോർമൽ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സൈഡ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്ക് നിയർലി സെയിം തന്നെ ആയതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത ശേഷം ഫ്രണ്ട് സൈഡിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചുകൂടി ഒന്ന് ഇറക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമ്മളതിൻ്റെ സ്ലീവും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള 3 മെറ്റീരിയലിൻ്റെ അകത്തും അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഭയങ്കര മെനക്കെട് പിടിച്ചൊരു പരിപാടിയാണ്. ക്രീപ്പിൻ്റെ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മളത് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് അത് നീങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എല്ലാം ഒരേ ടൈമിൽ തന്നെ നമ്മൾ ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ മെറ്റീരിയലും ഒരുപോലെ എടുത്ത് മടക്കി വെക്കുന്ന കഷ്ടപ്പാടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഒരെണ്ണം എടുത്ത് വെച്ച് അടുത്തടുത്ത് വെക്കുമ്പോഴത്തേക്ക് തന്നെ അടിയിലുള്ളത് തെന്നിപ്പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ലിറ്റഡ് കുർത്തീൻ്റെ അളവിൽ തന്നെ നമ്മൾ ബോഡി പാർട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മളത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് കട്ടിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ അളവും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. നമ്മളൊരു കട്ടിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ഓപ്പണിങ് വരുന്നതിൻ്റെ ആ ഒരു വശം മുതൽ താഴോട്ട് എ ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്യുമ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ അളവും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന ഓരോ സമയത്തും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ക്രീപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് വളരെയധികം തെന്നിപ്പുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഓരോ ലെയറായിട്ട് എടുത്തിട്ട് തന്നെയായിരുന്നു ആ ഒരു താഴ്വശത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളിത് മെയിൻ മെറ്റീരിയൽ മാത്രമാണ് എടുത്ത് വെച്ച് ഒരേപോലെ 3ഉം ഒരേപോലെ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലൈനിങ് സെപ്പറേറ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവും സെപ്പറേറ്റ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അതിൻ്റെ അളവ് കാര്യങ്ങളൊന്നും മാറിപ്പോവാതെ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 3ഉം ഒരേ രീതിയിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചത്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈനിങ്ങും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ലൈനിങ്ങും നമ്മൾ നേരത്തെ ചെയ്ത കണക്കെ തന്നെ 3 മീറ്റർ വരുന്ന ഒരു ലൈനിങ്ങാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 മീറ്റർ വരുന്ന ഒരു ലൈനിങ്ങിൽ 2 ഡ്രസ്സ് വീതം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു.
മൂന്നും ഒരേപോലെ എടുത്ത് വെച്ച് മടക്കി വെച്ച ശേഷമാണ് അതിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ നമ്മൾ ഓൾറെഡി കോട്ടൻ്റെ ലൈനിങ്ങിന് മുറിച്ചതുപോലെ തന്നെ മുറിക്കാൻ വേണ്ടി പോകുന്നത്. സൺഡേ രാവിലെ തന്നെ അമ്മേനെ കൊണ്ടുവിട്ട ശേഷം ചായപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മെഷീനും കാര്യങ്ങളെല്ലാം എടുത്ത് തുടച്ച് അതിലൊന്ന് ഓയിലിട്ട് ലൂസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, അഥവാ വർക്കിംഗ് ആണെങ്കിൽ വെറുതെ ഇടണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ടായിരുന്നു ഞാനതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഓയിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ എല്ലായിടത്തും ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് എല്ലാ ജോയിൻസിലും ഒന്ന് ഓയിലിട്ട് നല്ല രീതിയിലൊന്ന് കറക്കി എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നീഡിലൊക്കെ ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അതോ സ്റ്റിച്ചും കാര്യങ്ങളൊന്നും വീഴുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു മെഷീൻ ഉണ്ടായിരുന്നത്. കുറേ നാൾ വർക്ക് ചെയ്യാണ്ട് ഈ ഒരു മെഷീൻ വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുകയായിരുന്നു. ചെയ്തപ്പം വിചാരിച്ച കണക്കെ തന്നെ അത് വർക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന മെഷീൻ്റെ ഹെഡ് മാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെഡ് പോർഷൻ നമ്മൾ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്ന ആ ഒരു മെഷീൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചത്. ആദ്യം തന്നെ നമ്മൾ ആ നൂലും കാര്യങ്ങളെല്ലാം നമ്മൾ ബോബിനും കേസും കാര്യങ്ങളെല്ലാം സെറ്റാക്കി നൂലെല്ലാം വച്ച ശേഷം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു അബദ്ധം മനസ്സിലായത്. നമ്മുടെ ഇത്രയും ദിവസം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മെഷീൻ പെട്ടെന്ന് എന്താ പറ്റുന്ന അറിയത്തില്ല, നൂല് പിടിക്കുന്നില്ല. അതായത് ചെറിയ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ചില സ്ഥലത്തൊന്നും നമ്മളെ നൂല് കാര്യങ്ങൾ പിടിക്കുന്നുണ്ടായില്ല. ഞാനൊരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ സമയത്ത് ചില ഭാഗത്ത് വിട്ട് പോകുമ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ക്രീപ്പ് മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് നമുക്കത് മാറ്റാണ്ട് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനതിൻ്റെ ടെൻഷനും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോബിൻ കേസിൻ്റെ അകത്തെ ടെൻഷൻ നമ്മളെല്ലാം മൊത്തത്തിലൊന്ന് അഴിച്ചു മാറ്റി വീണ്ടും ഒന്ന് നോക്കിയിട്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം മെഷീൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് നോക്കി ശരിയാക്കി എടുക്കൽ. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ടെൻഷൻ മാറിയതായിരിക്കും. നൂലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി സൂചി വേറെ തന്നെ വീണ്ടും ഒന്ന് എടുത്തിട്ട് നോക്കിയ ശേഷം നമ്മൾ പ്ലെയിൻ ആയിട്ടൊരു മെറ്റീരിയൽ എടുത്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് നോക്കി. നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പുതിയൊരു ക്ലോത്ത് എടുത്തു, പ്ലെയിൻ ആയിട്ടുള്ളത്. അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഒരിക്കലും സ്റ്റിച്ച് ചെയ്യുന്ന നമ്മളെന്തെങ്കിലും സിംഗിൾ തുണി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. 1-2 മടക്കി ഇട്ട് വെച്ച ശേഷം വേണം നമുക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം സ്റ്റിച്ച് ചെയ്തപ്പം ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും രണ്ടാമത് നമ്മൾ ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തപ്പം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കർവെല്ലാം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. ആദ്യം ചെയ്തപ്പം കർവും കാര്യങ്ങളെല്ലാം വരുന്ന സ്ഥലത്തായിരുന്നു മെയിനായിട്ട് ഈ ഒരു നൂല് പിരിഞ്ഞ് അതായത് നൂല് സ്റ്റിച്ച് വീഴാണ്ട് പോയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സൺഡേ ആയതുകൊണ്ടും ഇത്രയും നേരം വൈകിയത് കൊണ്ടും കസ്റ്റമർ വരാൻ സാധ്യതയുള്ളത് കൊണ്ടും സ്റ്റിച്ചിങ് പെട്ടെന്ന് ഞാനങ്ങ് ചെയ്ത് തീർത്തു. അതിൻ്റെ ഇടയിൽ ആദ്യത്തെ മെറ്റീരിയലിൻ്റെ സ്റ്റാർട്ടിങ് എടുത്തല്ലാണ്ട് പിന്നീട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു രണ്ടാമത്തെ മെറ്റീരിയലിലും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു. പക്ഷേങ്കിൽ അതിൻ്റെ ഫൈനൽ ലുക്കോ കാര്യങ്ങളോ ഒന്നിൻ്റെയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മൂന്നാമത്തതും പെട്ടെന്ന് തന്നെ, കാരണം വൈറ്റ് ആയതുകൊണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ മണ്ണും കാര്യങ്ങളെല്ലാം ആവാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഓയിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഓയിലിൻ്റെ ആ ഒരു സ്റ്റെയിനും കാര്യങ്ങളെല്ലാം ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരുന്നു സ്റ്റിച്ചിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ലൈൻ കുർത്തിയായിരുന്നു സ്റ്റിച്ചാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. 3ഉം ഒരേ അളവിൽ തന്നെയായിരുന്നു. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമർക്ക് കൊടുത്തയക്കുകയും കൂടി ചെയ്തട്ടോ. നമ്മൾ ഇത്രയും നേരം സ്റ്റിച്ച് ചെയ്ത എല്ലാ ഡ്രസ്സും കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക്
ഒരു ഡ്രസ്സിൻ്റെ പോലും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. എല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിനിടയിലാണെങ്കിൽ മെഷീനും കംപ്ലൈൻ്റ് ആയി, അതൊക്കെ റിപ്പയർ ചെയ്ത് എന്നിട്ടായിരുന്നു നമ്മൾ ആ ഒരു 3 ഔട്ട്ഫിറ്റും കംപ്ലീറ്റ് ചെയ്തെടുത്തത്. തലേ ദിവസത്തെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് ഫുള്ള് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കുറച്ച് ചില ഡ്രസ്സിൻ്റെ ഒന്നും വീഡിയോസേ എടുത്തിട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. അപ്പം ഉള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.